നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഇന്നിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത ആളുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ടൊക്കെ നമുക്കറിയാം, ഈ ഒരു കുഞ്ഞു മൊബൈൽ വെച്ചാണ് ആളുകൾ കൊണ്ട് നടന്നിരുന്നത്. പക്ഷെ പിന്നീട് ഈ ആൻഡ്രോയിഡ് യുഗത്തിലേക്ക് മാറിയപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത ആളുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും അതല്ലെങ്കിൽ യൂട്യൂബ് ഇതൊക്കെ എല്ലാം കാണുന്ന ആളുകൾ തന്നെയാണ്, ഉപയോക്താക്കൾ തന്നെയാണ് നമ്മളെല്ലാവരും. ആ ഒരു കാലഘട്ടത്തിൽ അത് പ്രായഭേദമന്യേ തന്നെയാണ്. കാരണം 90 വയസ്സൊക്കെ ഉള്ള ആളുകൾ വരെ വാട്സപ്പും ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന നമ്മൾക്കൊക്കെ നെറ്റ് റീചാർജ് ചെയ്യാൻ പോലും ചിലപ്പോൾ മാസാവസാനം നെറ്റ് തീർന്നു എന്നൊക്കെ ബോധ്യം വരുമ്പോൾ ചില 350 രൂപയില്ലാതെയൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നിരുന്നാലും എന്ത് ചെയ്യും? നെറ്റ് റീചാർജ് ചെയ്യും. 10 കിലോ അരി വാങ്ങാൻ അല്ലെങ്കിൽ 1 കിലോ അരി വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് റീചാർജ് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ജാതിയും നമ്മുടെ മതവും അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിൽ നമ്മൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഇടപെട്ടുകൊണ്ടിരിക്കും. നോക്കൂ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ അഭിപ്രായങ്ങൾ ഇടപെടുക, അതല്ലെങ്കിൽ എഴുതുക, പോസ്റ്റ് ചെയ്യുക, ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് വലിയൊരു തുക ഓരോ മാസവും സമ്പാദിക്കാനാവും എന്നുള്ള വിവരം അറിയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വീഡിയോ. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഈ പോസ്റ്റ് ഇട്ടുകൊണ്ടും എഴുതിക്കൊണ്ടും അതല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എഴുത്ത് മാത്രം അറിയുന്നവർക്കാണെങ്കിൽ അങ്ങനെ, ഇനി എഴുത്തും അറിയില്ല, വീഡിയോ അറിയില്ല, ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അത്തരക്കാർക്ക് വരുമാനം ഉണ്ടാക്കാൻ, അത്തരക്കാരല്ലാത്തവർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഇല്ല എന്നുള്ള പ്രവേഗം ഈ വീഡിയോയിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തു പോവുക. ഇത് അത്തരക്കാർക്ക് മാത്രമാണ്. നോക്കൂ, ഒരുപാട് ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ വരുമാനം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾക്കറിയാം. നമ്മളൊരു കമന്റ് ഇട്ടാൽ പോലും, നമ്മളൊരു ഷെയർ ചെയ്താൽ പോലും, ലൈക്ക് അടിക്കുക അതല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലും ആ സോഷ്യൽ മീഡിയ ഉപഭോക്താവ് അയാൾക്ക് വരുമാനം കിട്ടുന്നു, അയാൾക്ക് റീച്ച് കൂടുന്നു, അതിലൂടെ കാശ് പോക്കറ്റിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾക്കറിയാം. ആ ഒരു രീതിയിലേക്ക് നമ്മൾക്കും ആവാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ടും ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രമേ ബന്ധപ്പെടാവൂ. കാരണം വാട്സപ്പിലൂടെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇരുന്ന് വിളിക്കല് തുടങ്ങും നമ്മുടെ ആളുകൾ. വാട്സപ്പിലൂടെ മാത്രമേ ബന്ധപ്പെട്ടാൽ ഈ നമ്പറിൽ കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ചാനലുകാരൊക്കെ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മിനിമം മനസ്സിലാക്കുക. കാരണം വിരുദ്ധ രാഷ്ട്രീയം, വിരുദ്ധ മതവാദികളൊക്കെ ഉണ്ടായിരിക്കും, തീവ്രവാദികളൊക്കെ. അത്തരക്കാർക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട്, നമ്മൾക്കറിയാം ഓൺലൈൻ കോള് വിദേശത്ത് നിന്ന് അറബ് രാജ്യങ്ങളിലൊക്കെ ഇരുന്ന്, സൗദി, കുവൈറ്റ്, ഖത്തർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഓൺലൈൻ കോൾ ചെയ്യാൻ പറ്റും അവിടെ നിന്ന്. അത് നമ്പർ കാണിക്കില്ല, +347 അങ്ങനെയൊക്കെ 3-4 ഡിജിറ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. അത്തരം ഓൺലൈൻ കോളുകളിലൂടെ ഫോൺ ചെയ്തുകൊണ്ട് പച്ചത്തെറി വിളിക്കുന്ന ഒരുപാട് മുക്കാബലന്മാരുണ്ട് അറബി രാജ്യങ്ങളിലൊക്കെ. അത്തരക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ചാനലുകാർ വാട്സപ്പ് നമ്പർ മാത്രം കൊടുക്കാറ്. ഈ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സപ്പിൽ നിങ്ങൾക്ക് വോയിസ് ഇടാം, ഈ 2 കാര്യങ്ങൾ ചെയ്യാം. അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വഴി കാശുണ്ടാക്കണം, അല്പമെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കണം വീട്ടിൽ ഇരുന്നിട്ട് എന്നുള്ള താല്പര്യക്കാർ ഇതിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ അതിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പറയാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് 100-ലധികം ആളുകൾ നമ്മുടെയൊക്കെ ഉപദേശം കൊണ്ടും അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ജീവിച്ചു പോകാനുള്ള വലിയ വലിയ തുകകൾ അടക്കം, ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ എനിക്ക് എന്റെ തന്നെ കീഴിൽ 100 ചില്ലാനം 100-ന് മേലെയുള്ള ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ടെക്നിക്കൽ സപ്പോർട്ടും അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഞാൻ തന്നെയാണ് കൊടുക്കാറ്. ഉപദേശവും ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തൊന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു വർഷത്തിൽ 1-2 തവണയ്ക്ക് അവർക്ക് സംശയങ്ങളൊക്കെ വരികയുള്ളൂ. പക്ഷെ ഇവിടെ ഏതൊരാളെയും അലട്ടുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഞാനിത് ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ യൂട്യൂബിലൂടെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് വരുമാനം കിട്ടുക, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി അതല്ല, ഇപ്പോ ടെക്സ്റ്റ് വാർത്തകൾ അതല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം എഴുതാൻ അറിയുന്ന ആളുകൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതല്ല, ഓൺലൈൻ ഷോപ്പിംഗ് പോലെയുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ. ഇനി വീഡിയോ ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ പ്രസന്റേഷൻ കഴിവൊക്കെ ഉണ്ട്, വലിയ കഴിവൊന്നും വേണ്ടത്. ഇപ്പൊ നോക്കൂ, ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു മേഖലയിലേക്ക് എത്തുമെന്ന് ഉദ്ദേശിച്ച ആളല്ല. ഞാൻ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആണ്. അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിംഗ് മേഖലയിൽ നിന്ന് ഞാൻ പ്രസന്റേഷൻ ഇതിലേക്ക് വന്നത് എന്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി ഒരു വേദി എന്നുള്ള രീതിയിലാണ്.
ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പൊ ആദ്യ കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾക്ക് കണ്ടാൽ അവിടെ നിന്ന് നമ്മുടെ വെടിവെച്ച് കൊല്ലാനൊക്കെ ദേഷ്യം വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. നമ്മുടെ എക്സ്പ്രഷൻ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. അപ്പൊ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റൈലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഒരു അട്രാക്ഷനും ഇല്ലാത്ത എന്നെ പോലത്തെയുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാനിതൊക്കെ. ഇന്ന് നമ്മുടെ ഒരു വരുമാന മാർഗം കൂടി 100% ഈ മേഖലയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്, വരുമാനം വേണമല്ലോ നമ്മൾക്ക് എല്ലാവർക്കും, കുടുംബസ്ഥനായതുകൊണ്ട് അത്തരത്തിലൊരു വരുമാന മാർഗം കൂടിയാണിത്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് ആളുകളെ ഈ മേഖലയിലേക്ക് ഞാൻ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ ഫോർമാറ്റ് ആണെങ്കിൽ അങ്ങനെ, നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് എഴുതിക്കൊണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ അങ്ങനെയുണ്ട്, ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമുക്ക് അങ്ങനെ ഉപദേശം, അവർക്കൊരു ജീവിത ഉപാധിയും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് വലിയ വലിയ ആളുകൾ ഇനിയും ഇതിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. നമ്മൾക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈലിലൂടെ തന്നെ നമ്മൾക്ക് അത് നിർവഹിക്കാനാവുകയും, ആ നിർവഹിക്കാനാവുന്നതിലൂടെ നമ്മൾക്കൊരു വരുമാനം കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മളത് ഉപയോഗിക്കേണ്ടതുണ്ട്, മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി എല്ലാവർക്കും, ആർക്കും ഇതിൽ പങ്കാളികളാവാം. അതിന് ചെയ്യേണ്ടത് ഈ വാട്സപ്പ് നമ്പർ, വീണ്ടും ഞാൻ പറയുന്നു, ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. വാട്സപ്പിലൂടെ മാത്രമേ ബന്ധപ്പെടാവൂ, വിളിച്ചാൽ കിട്ടില്ല. ഇത് ചാനൽ വാട്സപ്പ് നമ്പർ ആണ്. അപ്പൊ നിങ്ങളൊരു മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ വോയിസോ അല്ലെങ്കിൽ ടെക്സ്റ്റോ മെസ്സേജ് അയക്കുക. എനിക്ക് ഈ പ്രോഗ്രാമിൽ, ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ഈ ചാനൽ മേഖലയിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കുക. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മാത്രം ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ മാത്രം ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടും. അത് ഓരോ ജില്ലാ ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള ഡയറക്റ്റ് ഉള്ള ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, നേരിട്ട് തന്നെ. അത് ഞാൻ തന്നെയാണ് നേരിട്ട് വന്ന് കൊടുക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ മാത്രം ഉണ്ടായാൽ മതി, ഒരു ആൻഡ്രോയിഡ് മൊബൈൽ മാത്രം ഉണ്ടായാൽ മതി. അത് പുതിയതാവണോ പഴയതാവണോ അല്ലെങ്കിൽ വലിയ കോസ്റ്റ്ലി പൈസ കൊടുത്ത് വലിയ ഐഫോൺ ആവണോ ഒന്നുമില്ല. നോക്കൂ, ഞാൻ തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എന്റെ ഒരു ഫോൺ, എനിക്ക് തോന്നുന്നു വിവോ എന്ന് പറയുന്ന ഒരു പഴയ മൊബൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വലിയ വലിയ കാശൊന്നും കൊടുത്ത് മൊബൈൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മേഖലയിൽ നിൽക്കേണ്ട ആളുകൾക്ക്. ചെറുതായിട്ട് ക്യാമറ മാത്രം ഒന്ന് ക്ലാരിറ്റി ഉണ്ടായാൽ മതി വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ. അല്ലാതെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മൊബൈലൊന്നും വാങ്ങണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ, നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, അത്തരത്തിലൂടെ ആ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനാവും എന്നുള്ള വലിയ വിവരം. ആ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പോലും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ ദിവസം ഉപയോഗിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു വരുമാനം കിട്ടട്ടെ എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, വീണ്ടും പറയുന്നു, 2 തവണ 3 തവണ നമ്മളിവിടെ നമ്പർ ഒന്നുകൂടെ കാണിക്കാം. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക. ചാനലിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് അടിയിൽ കാണിക്കുന്നുണ്ട്. ആ അടിയിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ തന്നെയാണ്. അത് വലിയ സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊരാൾക്കും പങ്കെടുക്കാം. അപ്പൊ വാട്സപ്പിൽ നിങ്ങൾ അറിയിക്കുക, എനിക്കിതിൽ പങ്കെടുക്കാൻ, ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ. അതിന് 100% നിങ്ങളെ ആക്റ്റീവാക്കി വിടുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇത് പറഞ്ഞതൊന്നും മാത്രം വിടല്ല. നിങ്ങളുടെ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതിനെങ്ങനെയൊക്കെ നിങ്ങളെ മൊബൈൽ ആക്കി മാറ്റണം എന്നൊക്കെ ചെയ്ത് അത്രയും പ്രാപ്തനാക്കിയിട്ടാണ് നിങ്ങളെ വിടുക. അതുകൊണ്ട് രാവിലെ 9 മണി മുതൽ തുടങ്ങി വൈകിട്ട് 5 മണി വരെ രീതിയിലാണ് ഈ ക്യാമ്പ്, ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പറ്റില്ല, ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ചിലർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ട് വലിയ അറിവൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോ ഒരു പരിധി വരെ ഒരറിവും ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞയക്കാം. അല്ല, ഞാൻ പറയാൻ കാരണം 70-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് കണ്ണ് വല്ലാതെ കാണില്ല. അതല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് ചിലർക്ക് ഭാഷ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരുണ്ടായിരിക്കാം. അല്പമൊക്കെ വായിക്കാനും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, വേറെ ഒരു കാര്യമില്ല. കാരണം എന്റെ ഒരു ശിഷ്യനുണ്ട്, കൊടുങ്ങല്ലൂരുള്ളതാണ്. അദ്ദേഹം 10ാം ക്ലാസ് കഷ്ടി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ലായിരുന്നു, ചെറുപ്പക്കാരനാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പയ്യൻ നമ്മുടെ ചാനലിൽ പണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു.
അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നീ നമുക്ക് വീഡിയോ ചെയ്ത് തരണ്ട, നീ തന്നെ ഒരു ചാനൽ തുടങ്ങി. കാരണം നല്ല പ്രസംഗത്തിനൊക്കെ കഴിവുള്ള ഒരു പയ്യനായിരുന്നു. അങ്ങനെ അവന് ഞാൻ തന്നെ ഒരു ചാനൽ തുടങ്ങി കൊടുത്തു. അത് ഗംഭീരമായിട്ട് അവന് ചെറിയ ചെറിയ നമ്മളാൽ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു അവന് 1 ലക്ഷത്തിന് മുകളിലൊക്കെ ഓരോ മാസം വരുമാനം കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ശിഷ്യഗണങ്ങൾ നമ്മൾക്കുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ഒരുപാട് ആളുകൾ ഈ പ്രതിഷേധ മേഖലയിലേക്ക് സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളെ പോലെ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് അത് വരുമാനം കൂടി കിട്ടണം. അല്ലാതെ 24 മണിക്കൂർ ഞാൻ വലിയ സോഷ്യൽ മീഡിയ കൺവീനർ ആണ്, ഞാൻ സോഷ്യൽ മീഡിയ IT കൺവീനർ ആണ്, ജില്ലാ IT പ്രസിഡന്റ് ആണ്, സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആ സംഘടനകളൊന്നും ചിലപ്പോൾ 1 രൂപ നിങ്ങളെ നെറ്റ് റീചാർജ് ചെയ്യാനുള്ള പൈസ പോലും നിങ്ങൾക്ക് തന്നോളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഒരു Gmail ID ഉണ്ടാക്കി ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കാൻ ആകെ 5 മിനിറ്റ് മതി എന്നേ. ആരും ഇത്ര ബുദ്ധിമുട്ടൊന്നും, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ 5 മിനിറ്റ് മതി. ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ, ഒരു ഫേസ്ബുക്ക് ചാനൽ, അതിലെങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇടപെടണം, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഞാനിവിടെ നമ്പർ ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ ചാടി കയറി വിളിക്കാൻ നിൽക്കരുത്. വാട്സപ്പ് മെസ്സേജ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വാട്സപ്പ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.